ഒരു 2-3 കുസൃതി ചോദ്യങ്ങളോട് വരാം. നമുക്കൊന്ന് പങ്കെടുത്താലോ? ഒരുപാട് സമ്മാനങ്ങളുണ്ട്, ഒത്തിരി സമ്മാനങ്ങളുണ്ട്. ഒരു കുസൃതി ചോദ്യമാണ്, കുറച്ച് പങ്കെടുക്കാം. മക്കളെ ഇങ്ങോട്ട്. ഒരു കുസൃതി നമുക്ക് നോക്കാം, ചോദിക്കട്ടാ. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ ഉപയോഗിക്കുന്ന മാല ഏതാണ്? ആഗസ്റ്റ് 15-നെ കുറിച്ച് ഒരു 2 വാക്ക് പറയടാ. ആഗസ്റ്റ് 15 മമ്മൂട്ടിയുടെ പടമാണ്. ശബരിമലയ്ക്ക് പോകുന്ന മാലയാണ്. അതാ നിങ്ങൾ ആദ്യം പഠിക്കുന്നതാണ് ഇതൊക്കെ. നിങ്ങളെ പഠിച്ചാ വരുന്നത് അതാണ്. അത്രേ ചോദിച്ചോളൂ. ആണുങ്ങളും പെണ്ണുങ്ങളും ഉപയോഗിക്കുന്ന ഒരേ മാല അക്ഷരമാലയാണ് ചോദിച്ചത്, വേറെ നല്ല ചോദിച്ചത്. പിന്നെ ഏറ്റവും തിരക്കുള്ള രാജ്യം ഏതാണ്? കുസൃതി ചോദ്യമാണ്. ഏറ്റവും തിരക്കുള്ള രാജ്യം ഏതാണ്? തിരക്ക് എന്ന വാക്കിന്റെ കൂടെ നമ്മൾ പല മീനിങ്ങുകളും ചേർക്കുക. മലയാളമാവാം, ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആവാം. അത് ചേർത്ത് വരുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യം ഏതാണ്? തിരക്കുള്ള രാജ്യം റഷ്യ. നല്ല തിരക്കാണ് അവിടെ. ഞാൻ പോയിട്ടില്ല. റഷ്യ അല്ല. എന്തായാലും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെ ചേർന്ന് വരണ്ടേ? നേരത്തെ ഒരു ഉത്തരം, നല്ലൊരു ക്ലൂ തന്ന ഒരു ഉത്തരം പറഞ്ഞു. പറയും അങ്ങനെ. അത് റഷ്യ. ഏറ്റവും തിരക്കുള്ള രാജ്യം. നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഏത് രാജ്യം നമുക്ക് ചേർന്ന് പറഞ്ഞു പോകാൻ പറ്റും. വേറൊരു ക്ലൂ തരാം. ആ രാജ്യം വേൾഡ് ഫേമസ് ആണ്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിൽ പോയാലും അവിടുത്തെ ഒരു വ്യക്തി എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് ആ രാജ്യം. ദുബായിൽ ആര് താമസിക്കേണ്ട ഏറ്റവും പരിചയം? ലോകത്തെ പരിചയം ആരെങ്കിലും ഒരാൾ കിട്ടും? ഒരുപാട് കാലം ഒരു വ്യക്തിയെ ഒരു രാജ്യത്തെ ഒരു വ്യക്തിയെ ഈ ലോകം മൊത്തം അറിയും. പറയോ? നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഏത് തിരക്കുള്ള രാജ്യം ഏതാണ്? സിനിമ നടനല്ല. അല്ല. പോർച്ചുഗൽ അല്ല. ക്ലിയർ ആയോ? ശരിയായോ? റഷ്യ പോയിന്റ് തരാമില്ല. അത് വേറൊരു വാക്കാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിലോട്ട് നമുക്ക് കിട്ടണ്ടേ അല്ലേ? അപ്പൊ ഏതാണ് ഉത്തരം? അർജന്റീന. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? കേരളത്തിലെ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? കുസൃതി അല്ല, ഒരു പൊതുവിജ്ഞാനം പോലെ. കേരളത്തിൽ താമസിക്കുന്ന നമുക്ക് ഓപ്ഷനാണ്. ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തൂമ്പ ഊന്താലി. എവിടെയാടാ? ഒന്നുകൂടെ ആലോചിക്കും. നാണക്കേടാണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയെന്ന് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് നാണക്കേടാണ്. നമുക്ക്. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കങ്കുരു. എന്തുവായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിന്റെ പടത്തൊക്കെ കണക്ക് നോക്കാം സാറേ. എല്ലാ വിഷയങ്ങളും ഇപ്പൊ എന്നെ കൊണ്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അത് കണക്കാ. 168 അല്ല. അടുത്താണ്. അല്ല, ഈ ഒരു തലയൊക്കെ വെച്ചാ ചേട്ടാ പറയട്ടെ. എന്താ നാണക്കേട? 3 പൊമ്പിള്ള ഇങ്ങനെ ജില്ല നിൽക്കുന്ന സമയത്ത് എന്തായത്? കേരളത്തിലെ നിയമസഭാ മണ്ഡലം 180 അല്ല. ഒന്നുകൂടെ കുറച്ച് പറ. 140. അത് ഇനിയെങ്കിലും അറിഞ്ഞിരിക്കുക. നിയമസഭാ മണ്ഡലം 140. കേട്ടോ? ജന്മത് മറക്കരുത്. നാണക്കേടാണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ MLA മാരെന്ന് 140 പേരാണ്. നിങ്ങളെല്ലാം ഷെയർ ചെയ്യാം. മാഞ്ചിന്റെ കൊടുക്കണം കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? തിരുമല രഞ്ജിനി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സ്ഥാപനം, ഒരു ഫർണിച്ചർ ഷോപ്പുണ്ട്. അവിടെ ഹോം അപ്ലയൻസ്, അതായത് എല്ലാവിധ നമ്മുടെ വീടിന്റെ ഫർണിച്ചറായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളുണ്ട്. അവിടെ പോവുകയാണെങ്കിൽ ഈ കാർഡും കൊണ്ട് പോകണമെങ്കിൽ 60% ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് സാധനം കിട്ടും, ഫർണിച്ചർ ഐറ്റംസ്. പിന്നെ കല്ലൂസ് ഫാഷൻ ജ്വല്ലറി, തിരുമല പുത്തങ്കട ജംഗ്ഷനിൽ കല്ലൂസ് ഫാഷൻ ജ്വല്ലറി എന്നൊരു ജ്വല്ലറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക ഡ്രസ് മെറ്റീരിയൽസ് 20% ഡിസ്കൗണ്ട് കൂടെ കിട്ടും. അപ്പോൾ എന്തായാലും ഇന്ന് പോകുന്നില്ല, നാളെ പോകുള്ളൂ. ഒരു പർച്ചേസിങ് നടത്താം, തീർച്ചയായിട്ടും നടത്താം. പിന്നെ തൃശ്ശൂർ ഗ്രേസ് ജ്വല്ലറി, ആ ജ്വല്ലറി എന്നെങ്കിലും ഈ ചാപ്റ്റർ കല്യാണം കഴിക്കുമ്പോൾ അവിടെ ഒരു പെൺകൊച്ചിട്ട് 2 സ്വർണ്ണാഭരണം വാങ്ങുന്ന ആഗ്രഹം തോന്നിയാൽ മറക്കാതെ പോവുക. തൃശ്ശൂർ ഗ്രേസ് ജ്വല്ലറി 70% പണിക്കൂലി ഓഫറോട് കൂടി. പിന്നെ കുന്നിൽ സൂപ്പർ മാർക്കറ്റ്, ഈ കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ അവിടെ പോയിട്ട് ഒരു കോംബോ ഓഫറുണ്ട്. 240 രൂപയുടെ 249 രൂപയുടെ സാധനം 149 രൂപയ്ക്ക് കിട്ടും. പൂജാ സാധനം അത് എത്രയും പെട്ടെന്ന് പോയി മേടിക്കുക. ഓക്കെ. ഫലൂഡ, എൻ്റെ കുഞ്ഞനിയന് ഒരു ഫലൂഡ മിക്സ് നാളെ വീട്ടിൽ പോയി ബോഡി സ്ട്രോങ് ആക്കാൻ. ഓക്കെ. പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി അവരെ കൂടി കൂട്ടിയിട്ട് തിരുമല കുന്നപ്പുഴ സമ്മാനം നൽകുന്ന ഫ്രൂട്ട്സ്. ഓക്കെ. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു, ഷെയർ ചെയ്ത് കഴിച്ചു. ഓക്കെ, ഹാപ്പി അല്ലേ? എൻ്റെ പേര് ബാലു. അപ്പോഴേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. അംബരീഷ്.
ഒരു കന്നഡ നടന്റെ പേരല്ലേ? അംബരീഷ്. ലക്ഷ്മി. ആദികേശ് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. എത്ര പഠിക്കുന്നു? 1-ല്. ഏത് സ്കൂളിലാ? ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങാനൂർ. ഓക്കെ. രതീഷ്. സാം സുരേഷ്. ഷീബ സുരേഷ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ചില കുസൃതി ചോദ്യങ്ങളാണ്, വേറെ ഒന്നുമല്ല. 2-3 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും, അതിനൊരു ആൻസർ തരിക. മരങ്ങൾക്കും ബാങ്കുകൾക്കും തുല്യമായി പറയുന്ന ഒരു പേരെന്താ? മരങ്ങൾക്കും ബാങ്കുകൾക്കും തുല്യമായി പറയുന്ന ഒരു പേരെന്താണ്? ശാഖ. കറക്റ്റ് ആണ്. പൂച്ച സഞ്ചി കയറി എന്ത് പറയും? കിക്കാറ്റ്. ഓക്കെ. കേരളത്തിലെ ലോകസഭാ മണ്ഡലം എത്ര ലോകസഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്? പറഞ്ഞു കൊടുക്ക സാറേ, പറഞ്ഞു കൊടുക്കാൻ അവൻ എഴുതാനുള്ളത്. കുത്തിയും തരും, വായിക്ക്. നമുക്ക് നാളെ പരിഗണിക്കാം. മിടുക്കൻ. എന്തുകൂടെ എഴുതി വെച്ചേക്കുന്നേ? സമം 0 ത്രികോണം. അവൻ പറഞ്ഞു പാദം കാല് പൊക്കി കാണിച്ചു തന്നു. അല്ല, ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാണോ? ഞാൻ പറഞ്ഞില്ലേ തെറ്റാന്ന്? അതെന്തോ എഴുതിയേക്കുന്നത് എനിക്കും അവനും മനസ്സിലായി. പിന്നെന്തുവാ? ചേട്ടാ എത്ര പ്രാവശ്യം ഓട്ടിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പൊ എത്ര MP-മാരുണ്ടെന്ന് നമുക്കറിയില്ല. കേരളത്തിൽ എത്ര MP-മാരുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ചുരുക്കത്തിൽ ചോദിച്ച ചോദ്യതാണ്. 60 നിങ്ങൾ കലാപരിപാടികളൊക്കെ പേര് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പാട്ട് പാടുന്ന ആരൊക്കെയാണ്? 6 അല്ല. നീ പറ. അല്ല, അംബരീഷ് പറയും. പറയാം അംബരീഷ്. എന്നാലും പറ, ഒരു നമ്പർ പറ. ഇപ്പൊ നമ്മളെ പറഞ്ഞു അതിനകത്ത് കയറി പറ. എന്നുച്ചയ്ക്കും പാടും ഞാൻ പാട്ടത്ത് ഉറവയില്ലേ. ഈ ഒരു ഉച്ചയ്ക്കും പാടണ്ട, പോയിരിക്കും. 7 അല്ല. ശരി, പോട്ടെ. നിയമസഭാ മണ്ഡലങ്ങൾ എത്ര ഉണ്ട് കേരളത്തിൽ? ഒറ്റ മണ്ഡലം. ഈ അതാരാണ്? നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ് കേരളത്തില്? എന്റെ അറിവിൽ തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ. നിയമസഭാ മണ്ഡലം തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ അല്ലേ? നിയമസഭ ഇരിക്കണത്. നിയമസഭ ഇരിക്കണല്ല, നിയമസഭാ മണ്ഡലങ്ങൾ. അതായത് എത്ര MLA-മാർ നമുക്കുണ്ട്? 5. വരാതെ വന്ന എൻ ദേവ്യേ. അത് തിരുവനന്തപുരത്ത് മാത്രം. 44 എന്ന് പറഞ്ഞത് നമുക്ക് നദികളാണ്. കേരളത്തിലെ നദികളുടെ എണ്ണമാണ് 44. ഈ നാടകത്തിന് പേരാണ് ഗുരുവിന് പറ്റിയ അബദ്ധം. ഉത്തരം ഞാൻ ഒന്ന് പറഞ്ഞുതരാം, ഓർമ്മിച്ച് വെച്ചോ. 140 MLA-മാർ, 140 നിയമസഭാ മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്. ഓർമ്മയിൽ ഇരിക്കട്ടെ അത്. അപ്പൊ ഞാൻ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. നട്ടാൽ മുളയ്ക്കാത്ത പയർ. ചേച്ചി മലക്കറി പാചകങ്ങളൊക്കെ ചെയ്യുന്ന ആളല്ലേ? നട്ടാൽ മുളയ്ക്കാത്ത പയർ. എന്തെല്ലാം പയറുകളുണ്ട്? അവിച്ച പയർ. നട്ടാൽ മുളയ്ക്കൂല. ഉറപ്പിച്ച? കുസൃതി ചോദ്യമാണെങ്കിൽ ഒരു ക്ലൂ തരാം. ഒരു കളിയുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവമാണ്. പറയട്ടെ, നിനക്കറിയാം. ഒരു കളിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനമാണ്. ഞാൻ പറയട്ടെ അതിന്? ഞാനിപ്പം പറയൂല. കാര്യം എനിക്കിനി വീണ്ടും ഒരാളുടെ കൂടി ചോദിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. അല്ല, വീണ്ടും ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ആരും കൂട്ടാത്ത കറി ഏതാണ്? ചേച്ചി പാചക വിദഗ്ധയാണ്. മലക്കറി. ഞാൻ രംഗത്ത് രാജാവ് അട്ടഹസിക്കും. അത് രംഗത്ത് രാജാവ്. രംഗത്തെന്നല്ലേ രാജാവിന്റെ പേര്? രാജാവിന്റെ പേര് ഞാൻ ഇട്ടോ. മലക്കറി ആരും കൂട്ടില്ല. എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ സിവിൽ സപ്ലൈസിലാണ്. മരപ്പുറം ട്രീ കട്ടിക്കുന്നുണ്ട്. പിന്നെ റെസ്ക്യൂ ടീമിലുണ്ട്. ഫോറസ്റ്റിന്റെ ടീമിലുണ്ട്. വേറെ തെങ്ങ് വലിച്ചിട്ട് ക്ലീനിങ്, അങ്ങനത്തെ എല്ലാ കലാപരിപാടികളും, അതായത് ധൈര്യശാലികൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യാറുണ്ട്. ആ ധൈര്യശാലിയിൽ ഞാൻ ചോദിക്കുന്നു, ആരും കൂട്ടാത്ത കറി എന്താണ്? എവിടെ മന്ത്രി? എവിടായിരുന്നു മന്ത്രി? സെക്രട്ടേറിയറ്റിൽ. വേറെ ചോദ്യം ചെയ്യോ? പറഞ്ഞാലും പ്രഭോ. ആജ്ഞാപിച്ചാലും പ്രഭു. ആജ്ഞാപിച്ചു. ഒരു ചോദ്യം കൂടി ചോദിക്കും. മലയാള സിനിമയിൽ ഒരു നടന്റെ പേര് ഞാൻ പറയും. ആ നടന്റെ ഒറിജിനൽ പേര് പറയണം. പ്രേം നസീറിന്റെ ഒറിജിനൽ പേരെന്താണ്? പ്രേം നസീറിന്റെ ആളാണെന്ന് നാണം കെടുത്തരുത്. പ്രേം നസീറിന്റെ ഒറിജിനൽ പേരെന്താണ്? എത്ര സിനിമ കണ്ടിട്ടുണ്ട്? അപ്പൊ ഏതെങ്കിലും സിനിമയിൽ പ്രേം നസീർ പാടി അഭിനയിച്ച ഒരു പാട്ടൊന്ന് പാടാമോ? അന്ന് പാടി കേട്ടെ. ഓക്കെ, നന്നായിട്ടുണ്ട്. പക്ഷെ പേരറിയില്ല. വാഴയിൽ നിന്നുണ്ടാവുന്ന ഒരു ആന, അത് പറ. വാഴയിൽ നിന്നുണ്ടാവുന്ന ആന. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് പറയട. മൈനെ മയിലേ പറയടാ.
മയിലേ ഇല്ല, പൊന്നോ, എന്നാ ആവേശം, എന്നാ ആവേശം, കണ്ടുപിടിച്ചു വന്നല്ലോ. ശരി, ഓക്കെ. നമ്മളെ പുത്തങ്കട ജംഗ്ഷനിലെ കല്ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥാനം, സ്വന്തം കട. ആ സ്വന്തം കട പോയി സാധനം എടുക്കുക, 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ പോവുക, 240 രൂപയുടെ സാധനം 149 രൂപയ്ക്ക് കിട്ടും. ഓക്കെ. പിന്നെ തിരുമല തൃശ്ശൂർ ഗ്രേസ് ജ്വല്ലറി പോവുക, 70% പണിക്കൂലി ഓഫറാണ്. കാര്യം ഈ സീസണിലെ പണിക്കൂലി ഓഫർ ഇപ്പം ഇല്ല, എന്നാലും പൂജ സ്പെഷ്യൽ ആയതുകൊണ്ട് 70% പണിക്കൂലി ഓഫറാണ്. അവിടെ പോവുക, സ്വർണ്ണാഭരണങ്ങൾ മേടിക്കാം. അതേപോലെ തിരുമല രഞ്ജിനി ഇൻഡസ്ട്രീസ്, തിരുമല രഞ്ജിനി അവിടെ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസ് ആണ്. അവിടെ പോകുന്ന എല്ലാ സാധനങ്ങൾക്കും നിങ്ങൾക്ക് അതിന്റെ റിഡക്ഷൻ ഉണ്ടാവും. 60% ഓഫറാണ് ആ സാധനം മേടിക്കുന്നതിന്. അതേപോലെ എൻ്റെ കുഞ്ഞു മോന് കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫലൂഡ മിക്സ് നാളെ സൺഡേ ഹോളിഡേ ജാളിഡേ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിടിച്ചോ. ഇത് തിരുമല കുന്നപ്പുഴ സമാം നൽകുന്ന, അതായത് സമാം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ്. അവർ നൽകുന്ന ഒരു സമ്മാനം, ഒരു ഫ്രൂട്ട്സ്. എല്ലാവരും കൂടി ഒന്ന് സ്നേഹത്തോടെ കഴിക്കാം ഈ പൂജയായിട്ട്. ഓക്കെ. ദൃശ്യം ന്യൂസിന്റെ തിരുമല വഴികാട്ടിക്കായി കാത്തിരിക്കുക. നിങ്ങളുടെ ആശയങ്ങൾക്ക് ശബ്ദവും ദൃശ്യവും നൽകാൻ അമല സ്റ്റുഡിയോ ഒപ്പമുണ്ട്. അമല സ്റ്റുഡിയോ നിങ്ങളുടെ ദൃശ്യാനുഭവങ്ങൾക്ക് പൂർണ്ണതയേകുന്നു. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.